ഒരിക്കലും മുങ്ങാത്ത കപ്പൽ എന്നീ ഒരൊറ്റ വിശേഷണം മാത്രം മതിയായിരുന്നു 1912 ലോകത്തെ ആകർഷിക്കുവാൻ ടൈറ്റാനിക് എന്ന പടുകൂറ്റൻ കപ്പൽ കടലിലേക്ക് ഇറക്കുമ്പോൾ. അന്നത്തെ എല്ലാ കപ്പലും കൂടിച്ചേർന്നാലും ടൈറ്റാനിക്കിനെ കടത്തിവെട്ടാൻ പറ്റിയൊന്നില്ലായിരുന്നുവെന്ന് തന്നെ പറയേണ്ടി വരും. അക്കാലത്ത് ആഡംബരത്തിന് മേലെ നിൽക്കുന്നൊരു വാക്കുണ്ടെങ്കിൽ അതായിരുന്നു ടൈറ്റാനിക്. 269.06 മീറ്റർ നീളവും 28.19 മീറ്റർ വീതിയും 104 അടി ഉയരത്തിലും തലയെടുപ്പോടെ നിർമ്മിച്ച ടൈറ്റാനിക്കിനായി അന്ന് മുടക്കിയത് $7.5 മില്യൺ. അക്കാലത്തെ പ്രധാന ഗതാഗത മാർഗം കപ്പലുകളായിരുന്നു. അതുകൊണ്ട് തന്നെ കപ്പൽ നിർമ്മാണ കമ്പനികൾ തമ്മിൽ ഏറ്റവും മികച്ച കപ്പൽ പുറത്തിറക്കുന്ന കാര്യത്തിൽ ഒരു കോമ്പറ്റീഷൻ നിലനിന്നിരുന്നു. വൈറ്റ് സ്റ്റാർ ലൈൻ, ക്യുനാർഡ് എന്നീ കമ്പനികളായിരുന്നു അക്കാലത്തെ മത്സര രംഗത്ത് പ്രധാനമായും ഉണ്ടായിരുന്നത്. ക്യുനാർഡ് കമ്പനി ലൂസിറ്റാനിയ, മൗറിറ്റാനിയ എന്നീ പേരുകളിൽ 2 മികച്ച വേഗം കൂടിയ കപ്പലുകൾ പുറത്തിറക്കിയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനി പുറത്തിറക്കിയത് 3 ആഡംബര കപ്പലുകളായിരുന്നു. അതാണ് ഒളിമ്പിക്, ടൈറ്റാനിക്, ജൈജാന്റിക് എന്നീ 3 കപ്പലുകൾ. 1908 ഏപ്രിലാണ് ടൈറ്റാനിക്കിന്റെ പേര് പ്രഖ്യാപിക്കുന്നത്. അടുത്ത വർഷം മാർച്ച് 31 അയർലൻഡിലുള്ള ഹർലൻ ആൻഡ് വോൾഫ് എന്ന കപ്പൽ നിർമ്മാണ കമ്പനിയാണ് കപ്പലിന്റെ നിർമ്മാണം തുടങ്ങിയത്. 3000 എംപ്ലോയീസുമായി ഏതാണ്ട് 4 വർഷത്തോളം എടുത്തു കപ്പലിന്റെ പണി പൂർത്തിയാക്കാൻ. തോമസ് ആൻഡ്രൂസ് ആയിരുന്നു ടൈറ്റാനിക്കിന്റെ ചീഫ് ഡിസൈനർ. 1911 മാർച്ച് 31 നിർമ്മാണം പൂർത്തിയായ കപ്പൽ 1911 മെയ് 31 കടലിലേക്ക് ഇറക്കുന്നത്. പുറത്തിറക്കിയ സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാ കപ്പലുകളിൽ ഒന്നായിരുന്നു ടൈറ്റാനിക്. ഭൂമിയിലെ ഏറ്റവും വലിയ ചലിക്കുന്ന വസ്തു എന്ന വിശേഷണവും അന്ന് ടൈറ്റാനിക്കിന് സ്വന്തമായിരുന്നു. 20 ബസ്സുകൾ നിർത്തിയിട്ടാൽ എത്ര ദൂരമുണ്ടോ അത്രയും ദൂരമായിരുന്നു ടൈറ്റാനിക്കിന്റെ നീളം. 46,328 ടൺ ഭാരം, 9 ഡെക്കുകൾ എന്നിവയുള്ള കപ്പലിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 44 കിലോമീറ്റർ ആയിരുന്നു. കൽക്കരിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കപ്പലിന് ഒരു ദിവസത്തെ ആവശ്യത്തിന് മാത്രം വേണ്ടി വന്നിരുന്നത് 600 ടൺ കൽക്കരിയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ജോലികൾക്ക് മാത്രം 176 ആളുകളായിരുന്നു നിയോഗിച്ചിരുന്നത്. അക്കാലത്തെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും സൗകര്യങ്ങളാണ് ആ കപ്പലിൽ ഒരുക്കിയിരുന്നത്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നുള്ള ആളുകളും, കോടീശ്വരന്മാരും സാധാരണക്കാരും അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നവരും ഉൾപ്പെടെ 2228 യാത്രക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. ക്രൂ മെമ്പേഴ്സായി 88 പേരായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്രയും ആളുകൾക്കായി ആകെ 20 ലൈഫ് ബോട്ടുകൾ മാത്രമാണ് സജ്ജമാക്കിയിരുന്നത്. 1912 ഏപ്രിൽ 10 ടൈറ്റാനിക് യാത്ര പുറപ്പെട്ടത്. ഇംഗ്ലണ്ടിലെ സതാംപ്ടൺ തുറമുഖത്തു നിന്നും ന്യൂയോർക്കിലേക്കായിരുന്നു കപ്പലിന്റെ കന്നി യാത്ര. ഏകദേശം 1 ലക്ഷത്തോളം ആളുകളാണ് ടൈറ്റാനിക്കിന്റെ ആദ്യ യാത്ര കാണുവാനായി സതാംപ്ടൺ തുറമുഖത്ത് എത്തിച്ചേർന്നത്. യാത്ര തുടങ്ങി 4ാം ദിനം ഒരു ഞായറാഴ്ചയായിരുന്നു. ടൈറ്റാനിക്കിലെ ആഡംബര സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുന്ന തിരക്കിലായിരുന്നു ഇതിലെ യാത്രക്കാർ. അന്ന് പതിവിലും വിപരീതമായി കനത്ത തണുപ്പാണ് കടലിലെങ്ങും ഉണ്ടായിരുന്നത്. അസഹ്യമായ തണുപ്പ് കാരണം യാത്രക്കാരെല്ലാം മെല്ലെ കപ്പലിനുള്ളിലേക്കും തങ്ങളുടെ ക്യാബിനുള്ളിലേക്കും പോയിരുന്നു. പിറ്റേ ദിവസം ന്യൂയോർക്കിലേക്ക് എത്താനുള്ളതിനാൽ അതിനുള്ള ഒരുക്കത്തിലും യാത്രാരേഖകൾ തയ്യാറാക്കുന്ന തിരക്കിലുമായിരുന്നു മറ്റു ചിലർ. അന്ന് രാവിലെ തന്നെ കടലിൽ മഞ്ഞുപാളികളുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകിയ സന്ദേശങ്ങൾ കപ്പലിന്റെ വയർലെസ് മുറികളിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. കപ്പിത്താന്റെ മുറിയിൽ ഈ സന്ദേശങ്ങൾ എത്തുകയും അദ്ദേഹം അത് ഓഫീസർക്ക് കൈമാറുകയും ചെയ്തു. ന്യൂഡാം എന്ന കപ്പലും ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് സന്ദേശം നൽകിയിരുന്നു. കപ്പിത്താന്റെ കൈവശം എത്തിയ സന്ദേശം അദ്ദേഹം വൈറ്റ് സ്റ്റാർ ലൈൻ ചെയർമാൻ ബ്രൂസ് ഇസ്മേയ്ക്ക് കൈമാറിയെങ്കിലും അദ്ദേഹം അത് കയ്യിൽ തന്നെ വെച്ചു എന്നും പറയപ്പെടുന്നു. പിന്നീട് ഇത്തരമൊരു സാഹചര്യത്തിൽ കപ്പലിന്റെ വേഗത കുറയ്ക്കേണ്ടതിന് പകരം കപ്പിത്താൻ കപ്പലിന്റെ വേഗത കൂട്ടുവാൻ അദ്ദേഹം പ്രേരിപ്പിച്ചു എന്നും പറയപ്പെടുന്നു. അവ്യക്തമായ മൂടൽമഞ്ഞായിരുന്നു അന്ന് രാത്രി കാത്തിരുന്നത്. ഒന്നും വ്യക്തമായി കാണാൻ സാധിക്കാത്ത ആ രാത്രിയിൽ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. 1912 ഏപ്രിൽ 14 രാത്രി 11:40 ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ടൈറ്റാനിക് കപ്പൽ ഒരു കൂറ്റൻ മഞ്ഞുമലയിലേക്ക് ഇടിച്ചു കയറി. അപായം അടുത്തപ്പോഴേക്കും കപ്പൽ അലാറം മുഴക്കിയെങ്കിലും കപ്പലിന്റെ ഗതി തിരിക്കാൻ ഏറെ വൈകിപ്പോയിരുന്നു. 300 അടി നീളത്തിലാണ് മഞ്ഞുമലയുടെ അറ്റം കപ്പലിലേക്ക് തുളച്ചു കയറിയത്. വെള്ളം കയറാത്ത 16 അറകളുള്ള ചട്ടക്കൂടിലെ 5 അറകൾ ഇതിനോടകം തകരുകയും ബാക്കിയുള്ളതിലേക്ക് വെള്ളം കയറുവാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. ലൈഫ് ബോട്ട് ഇറക്കിയെങ്കിലും പലർക്കും അതിലും വിശ്വാസമുള്ളത് കപ്പലിനെ തന്നെയായിരുന്നു. 20 ലൈഫ് ബോട്ടുകളിലായി ആകെ 1178 പേരെ മാത്രമേ
കയറ്റുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ കപ്പലുണ്ടായിരുന്നതോ 2228 പേരും. അതിൽ 705 പേർ മാത്രമാണ് ലൈഫ് ബോട്ടിൽ കയറിയത്. കപ്പൽ സമയം കൂടുന്തോറും കപ്പൽ കടലിലേക്ക് മുങ്ങുന്നതിന്റെ വേഗത കൂടി വന്നു. പുലർച്ചെ 1:55 ആയപ്പോഴേക്കും 18ാമത്തെ ലൈഫ് ബോട്ട് കടലിലേക്ക് ഇറക്കിയപ്പോൾ 15 അടി മാത്രമേ താഴ്ത്തേണ്ടി വന്നുള്ളൂ. കാരണം കപ്പൽ അത്രയധികം മുങ്ങിയിരുന്നു. പുലർച്ചെ 2:05 അവസാനത്തെ ലൈഫ് ബോട്ടും കടലിലിറക്കി. 2:17 കപ്പൽ പൂർണ്ണമായും താഴ്ന്നു പോയിരുന്നു. ലൈഫ് ബോട്ടുകളിൽ ഇടം കണ്ടെത്താൻ കഴിയാതെ പോയ നിരവധി യാത്രക്കാർ ആ കൊടിയ തണുപ്പിൽ വിറങ്ങലിച്ച് മരണത്തിന് കീഴടങ്ങിയായിരുന്നു. രാവിലെ 4:10 ആയപ്പോഴേക്കും എത്തിയ RMS കാർപാത്തിയ എന്ന കപ്പൽ ലൈഫ് ബോട്ടിൽ അവശേഷിച്ചവരെ രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഈ കഴിഞ്ഞ 2023 ഏപ്രിൽ ആയപ്പോൾ ടൈറ്റാനിക് മുങ്ങിയിട്ട് 111 വർഷം തികഞ്ഞു. ടൈറ്റാനിക് ദുരന്തവുമായി ബന്ധപ്പെട്ട് നിരവധി കോൺസ്പിറസി തിയറീസ് ആണ് നിലനിൽക്കുന്നത്. കപ്പൽ മനഃപൂർവ്വം മുക്കിയതാണെന്ന് പോലും പറയുന്നവരുണ്ട്. അതിലേക്ക് ഞാൻ അധികം കടക്കുന്നില്ല. എന്നിരുന്നാലും ഒരുപാട് മനുഷ്യരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് ആ ഒരു യാത്രയിൽ എന്നേക്കുമായി ഇല്ലാതായത്.